ഉപ്പള ബേക്കൂരിലെ വാക്കിംഗ് ടുഗദർ ഫൗണ്ടേഷൻ കാസർഗോഡ് ആസ്റ്റർ മിംസിന്റെ സഹകരണത്തോടെ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 10 ബേക്കൂർ സുഭാഷ് നഗറിലെ സി പാലസ് ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ്. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. തൊഴിൽ, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിലാണ് ഉപ്പള ബേക്കൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാക്കിംഗ് ടുഗദർ ഫൗണ്ടേഷൻ പ്രധാനമായും ഇടപെടലുകൾ നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ മഞ്ചേശ്വരം മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനും വിപുലമാക്കാനുമാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ആസ്റ്റർ മിംസുമായി കൈകോർത്ത് ഫെബ്രുവരി 10 സൗജന്യ ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റിന് വേദിയൊരുക്കുന്നത്. ബേക്കൂർ സുഭാഷ് നഗറിലെ സി പാലസ് ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ്. ചൊവ്വാഴ്ച 10-ാം തീയതി ചൊവ്വാഴ്ച ബേക്കൂർ സുഭാഷ് നഗറുള്ള സി പാലസ് എന്ന ഹാളിൽ വെച്ചിട്ട് 10 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ നമ്മുടെ ഫ്രീ സ്ക്രീനിങ് നടക്കുകയാണ്. ക്യാൻസറിനെ പറ്റിയുള്ള അവബോധവും വന്ന് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. ഈ പരിപാടി വമ്പിച്ച വിജയപ്രദമാക്കി തീർക്കുവാൻ പ്രബുദ്ധരായ നാട്ടുകാരും മറ്റുള്ള സന്നദ്ധ സംഘടനകളും ഒരുമിച്ച് നിന്ന് സഹകരിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. തുടക്കത്തിൽ, അതായത് 1-ാം ഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ ക്യാൻസർ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ കഴിയുമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ ക്യാമ്പിലൂടെ ഇവർ ലക്ഷ്യം വയ്ക്കുന്നു. വാക്കിംഗ് ടുഗദർ ഫൗണ്ടേഷൻ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് നമ്മൾ തുടക്കമിട്ടത്. നമ്മളതിൻ്റെ ആദ്യ പ്രൊജക്റ്റായിട്ട് കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് എക്സാം മഞ്ചേശ്വരം മണ്ഡലതലത്തിൽ തന്നെ നല്ല രീതിയിൽ നടത്തി അത് വിജയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ശേഷം ഇത് നമ്മളെ 2ാമത്തെ കാര്യമാണ്. നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനമായി വാക്കിംഗ് ടുഗദർ ഫൗണ്ടേഷനിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം, അതേപോലെ തൊഴിൽ മേഖലയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് തുടർച്ചയായി നമ്മൾ ഈ ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ശേഷം ഇതിൽ ആരൊക്കെ വരുന്നുണ്ട്, ഇതിനെ പ്രയോജനപ്പെടുത്തേണ്ട ആൾക്കാർക്കൊക്കെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അവരെ ഏത് രീതിയിൽ നമ്മൾ ഒന്നിച്ച് നിന്നിട്ട് മറ്റുള്ള ആരോഗ്യ പ്രവർത്തന സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ, ഇവിടെയുള്ള ഹോസ്പിറ്റലുകളുടെ സഹകരണത്തോടെ നമ്മൾ ആ പേഷ്യൻറ്റിനെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ രോഗം കണ്ടെത്തുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഫൗണ്ടേഷൻ ചെയർമാൻ അബൂബക്കർ റോയൽ, സെക്രട്ടറി അസീം മണിമുണ്ട എന്നിവർ റോയൽ എസ്റ്റേറ്റിൽ വാർത്താസമ്മേളനം വിളിച്ചാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.